നമസ്കാരം. ഞാനിപ്പോൾ കൂക്കല്ലിലാണുള്ളത്. ഞാൻ നിൽക്കുന്ന സ്റ്റൈൽ അവിടേക്ക് എത്തണമെങ്കിൽ ഒരുപാട് സ്റ്റൈൽ ഉണ്ട് കേട്ടോ. ഞാൻ ഇതിൻ്റെ ഹിൽ ടോപ്പിലുള്ള ഒരു സ്റ്റൈൽ വന്നാണ് ധനരാജിൻ്റെ അഴകാശ്രമം എന്നും പറഞ്ഞിട്ട്. നമുക്ക് നല്ല വ്യൂ ആണ് ഇവിടെ നിന്ന് പുറത്തേക്ക്. അത് കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിരിക്കും കേട്ടോ. ക്ലൗഡൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. അപ്പോൾ കൂക്കല്ലിൽ വന്നിട്ട് ഒരു 5 മിനിറ്റ് നടന്നിട്ട് ഈ വഴി വന്നിട്ട് ഇങ്ങോട്ട് വരണം. ഇതാണ് ആളുടെ വീട്. നമ്മളിവിടെ വന്ന് ആളുകൂടി നമ്മൾ താമസിക്കുന്ന സ്ഥലങ്ങൾ വെച്ച് ഇവിടെ നിന്നിട്ട് അടിയിലേക്ക് ഇറങ്ങണം. നമ്മൾ ഭക്ഷണമൊക്കെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പറ്റുന്ന രീതിയിൽ അറേഞ്ച് ചെയ്ത് തരും. അല്ലെങ്കിൽ നോർമലി ഭക്ഷണം കിട്ടും. ഇതൊക്കെയാണ് ഹട്ടുകൾ. ഹട്ട് ബാത്റൂം വേണ്ട, ഹട്ടല്ല സോറി, ഈ മഡ് ഹൗസ് ചെളി കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു 10-35 പേർക്കൊക്കെ സ്പ്രെഡായിട്ട് കിടക്കാൻ പറ്റിയ സൗകര്യം ഉണ്ട്. ബാക്കിലൊക്കെ ഉണ്ട്. ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂ. നമ്മൾ ഈ ഓരോ തട്ടിറങ്ങി പോകണം. ഇതാണ് ഇങ്ങോട്ട് വരുന്ന വഴി. ഇവിടെ പ്രൈസ് പറയണത് 1000 രൂപയാണ് ഒരാൾക്ക്. അതിൽ ഡിസ്കൗണ്ട് ഒന്നുമില്ല. നമ്മൾ കൂടുതൽ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒരു 10 പേര് കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ ടോട്ടൽ എമൗണ്ടിൽ നിന്ന് ഇത്ര ശതമാനം എന്നും പറഞ്ഞ് കുറയ്ക്കും. കാരണം പെർ പേഴ്സണിൽ ഒരാളിൽ നിന്ന് കുറയ്ക്കില്ല. അപ്പോൾ പിന്നീട് വിഷയം ഉണ്ടാകുന്നതിൻ്റെ പേരിൽ ഇപ്പോൾ 10,000 രൂപ ഉണ്ടെങ്കിൽ അതിൽ ഇത്ര ശതമാനം അങ്ങനെയൊക്കെ കുറച്ച് ഡിസ്കൗണ്ട് തരും. അത് സംസാരിച്ച് സെറ്റ് ചെയ്യണം. ഇതാണ് ഇങ്ങനെയുള്ള ഇതിലേ വന്നിട്ട് ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നത്. കിച്ചണൊക്കെ ഇവിടെയാണ്. ഇവിടെ നിങ്ങൾ നമ്മൾ ഇറങ്ങി പോകണടിക്ക്. അത് ഞാൻ ഒരു വീഡിയോ ചെയ്യാം. അണ്ണാ വണക്കം. ഇതാണ് ധനരാജണ്ണൻ. പുള്ളിയാണ് ഇതിൻ്റെ ഓണർ. അണ്ണാ ഇங்கே வரும்போது ஒரு மீட்டப் அரேஞ்ச் எவ்வளோ பேருக்கு நைட்டில் ஸ்டே பண்ண முடியும்? குரூப்பை பொறுத்து 5லேருந்து 30% வரைக்கும் தங்கலாம். எவ்வளோ? 5%லேருந்து 30%. അല്ല, എவ்வளോ ആൾക്കാർക്ക് തങ്ങാൻ முடியும்? அவ்வளோ 30% வரைக்கும். 30 പേർക്ക് തങ്ങാം. 30 പേർക്ക് കൂടെ തങ്ങാൻ പറ്റും. ഫുഡെല്ലാം നിങ്ങൾ അറേഞ്ച് பண்ணுமா? என்ன வேணும்னு വെച്ചാൽ எங்களால் வெஜ் ஃபுட்டு நாங்கள் கொடுப்போம். நான்வெஜ்னால் நீங்கள் முன்னாடி சொன்னோம் ஸ்பெஷலாയിട്ട് அரேஞ்ச் பண்ணணும். റേറ്റ് എவ்வளோ சொன்னது? 1000 ഒരാൾക്ക്. ഒരാൾക്ക് 1000. 2 நேரம் வெஜ் ஃபுட்டு கொடுப்போம். 2 നേരം ഫുഡ് കൊടുക്കും. അത് ഗ്രൂപ്പായി വന്നു കഴിഞ്ഞാൽ அது அவங்க எப்படி நம்மளோட கோஆர்டினேட் பண்ணுறான்ற பொறுத்து கொஞ்சம் விசேஷம். நிறைய ആൾക്കാർ നിന്നാൽ കൊഞ്ചം ടോട്ടൽ എമൗണ്ടിൽ കൊഞ്ചം കമ്മിയായി കൊടുക്കും. ഓക്കെ, താങ്ക് യു അണ്ണാ. ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ ഇറങ്ങണം നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്ക്. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടുന്ന് പല വഴിയിൽ സ്പ്രെഡായിട്ട് പോകട്ടെ. ഇതിപ്പോൾ ഇതൊരെണ്ണമാണ്. ഇതിൻ്റെ അടിയിൽ ഒരെണ്ണമുണ്ട്. ഇതവിടെയൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഇടയിലൊക്കെ ഉണ്ട്. ഈ എല്ലാവർക്കും കിടക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ റൂമിൽ 5-10 പേർക്കൊക്കെ കിടക്കേണ്ടി വരും. അങ്ങനെയായിട്ട് ഈ 30 പേര് എന്ന് പറഞ്ഞു. 30-35 പേർക്കൊക്കെ കിടക്കാമെന്ന് പറഞ്ഞു. ഇതൊക്കെ ഓരോ മഡ് ഹൗസുകളാണ്. ഇതിൻ്റെ അപ്പുറത്തുണ്ട്. ഇതൊരു ബാത്റൂമാണ്. ഇതൊരു മഡ് ഹൗസാണ്. ഈ സൈഡ് ഒരു റൂമാണ്. നമുക്ക് വ്യൂ ഒക്കെ കുഴപ്പമില്ല. ഇതൊരു റൂമാണ്. ഞങ്ങൾ താമസിക്കുന്നത് ഇതിൻ്റെ ബാക്കിലാണ്. ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന റൂം. അടിയിലൊന്നുമില്ല കേട്ടോ. ഒരു പായിട്ട് തരും സാധനങ്ങൾ വെക്കാനായിട്ട്. ഇത് 3 പേര് കിടക്കാനുള്ളതാണ്. ഇതിൽ തന്നെ വേണമെങ്കിൽ 4 പേര് ആൾക്കാരെണ്ണം കൂടുന്നതിനനുസരിച്ച് കൂടും. ഇതാണ് ഇവിടുത്തെ റൂം സെറ്റപ്പ്. ഓക്കെ, റൂമിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല വ്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിരിക്കും. ക്ലൗഡൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇതൊന്നും കാണില്ല. നമ്മൾ ഈ ഇറങ്ങണത് ഇവിടെ നിന്ന് അങ്ങോട്ട് അടിയിലേക്ക് ഫുള്ള് ക്ലൗഡായിരിക്കും. ആകാശത്തിൻ്റെ മുകളിൽ കൂടെ നിൽക്കുന്ന വ്യൂ ആയിരിക്കും. പിന്നെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് മൂടിലും കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല സൺസെറ്റും സൺറൈസും കിട്ടും. നമുക്ക് സൺസെറ്റ് കിട്ടിയില്ല, സൺറൈസാണ് കിട്ടിയത്. ഇനി ഇന്ന് ചിലപ്പോൾ സ്റ്റേ ചെയ്യേണ്ടി വരും സൺസെറ്റിന് വേണ്ടിയിട്ട്. ഇവിടെ ആന ഉണ്ടായിരുന്നിട്ട് രാവിലെ അടിയിൽ കുറച്ച് ലോങ്ങിലാണ് ആന ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഓക്കെ, താങ്ക് യു.